ഹലോ ഹായ് ഫ്രണ്ട്സ്, നമുക്ക് 4 മണി ചായയോടെ എളുപ്പത്തിലൊരു റെസിപ്പി ഉണ്ടാക്കുന്നത് കുട്ടികളുടെ ഫേവറേറ്റ് ആണ്. ഒരു കപ്പ് കേക്ക് റെസിപ്പിയാണ്. പക്ഷെ സാധാരണ കേക്കോ കപ്പ് കേക്കോ ഒന്നും ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഓവനോ കേക്ക് ട്രേയോ ബീറ്ററോ ഒന്നും വേണ്ട. മുട്ടയും മൈദയും 1-2 ചേരുവകളും മാത്രം മതി. സിമ്പിൾ ആയിട്ടൊരു 10-15 മിനിറ്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമുക്ക് വേഗം ഉണ്ടാക്കിയാലോ. ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ 2 മുട്ടയും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. ഫോർക്ക് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇപ്പം മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ബട്ടറോ സൺഫ്ലവർ ഓയിലോ എടുക്കാം. വെളിച്ചെണ്ണ എടുക്കരുത്. ഒരു ഇത്തിരി വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷമുള്ള അളവാണ് 1/2 കപ്പ്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ആദ്യം ഇങ്ങനെ ഇളക്കുമ്പോൾ ചെറുതായിട്ട് കട്ട പോലെ വരും. സാരമില്ല, ഒന്നുകൂടെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് പതിഞ്ഞു വരും. കണ്ടോ, നന്നായിട്ട് ഇതെല്ലാം ഒന്ന് യോജിച്ച് ഒന്ന് പതിഞ്ഞു വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കാണ് ഇതുപോലെ പതിഞ്ഞു വരുന്നത്. 5 മിനിറ്റ് സമയമില്ലെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതും കട്ട കെട്ടാണ്ട് വേണം ഒന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ട്. ഇപ്പം നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ്. നമുക്കിതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുത്ത പാല് ചേർത്ത് കൊടുക്കരുത്. നമുക്ക് റൂമിലേക്ക് വെച്ചിട്ടൊന്ന് തണുപ്പൊന്ന് മാറിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കണ്ടോ, നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പം അതിൻ്റെ ആ ലംസ് എല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പൊ ഫോർക്ക് വെച്ച് ഇളക്കുകയാണെങ്കിൽ ആ കട്ടകൾ പെട്ടെന്ന് തന്നെ അങ്ങ് ഒടിഞ്ഞു കിട്ടും. ഇത്തിരി പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കേക്കിന്റെ ആ ഒരു ബാറ്ററിന്റെ കൺസിസ്റ്റൻസി. ഇത്രയും മതി. നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡറും ഇത്തിരി പാലും ഇത്തിരി വാനില എസൻസും ചേർത്തൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതെന്തിനാണെന്നറിയാമോ? നമ്മൾ ഈ ചോക്ലേറ്റ് കേക്കില്ലേ, 2 കളറിലുള്ള കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ്. ബാറ്ററിന്റെ ഇത്തിരി ഇതിലേക്കും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് എല്ലാം ചെയ്യാവുന്നേ ഉള്ളേ. അപ്പൊ ഇത് രണ്ടും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത ശേഷം ഒരു ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഉണ്ണിയപ്പച്ചട്ടിയിൽ നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. ആ ഒരു കപ്പ് കേക്കിന്റെ ഷേപ്പും കിട്ടും. ഇത്തിരി നെയ്യ് ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. തീ നന്നായി കുറച്ച് വെച്ച ശേഷം നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ താഴെ പോകാണ്ട് ഇതിൽ കൃത്യമായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. മുകളിലായിട്ട് നമ്മുടെ ആ ഒരു കൊക്കോ പൗഡറിന്റെ ബാറ്റർ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു 15 മിനിറ്റ്സിലൊക്കെ താഴെ സമയം വരുള്ളൂ. ഇത് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ തീ കൂട്ടി വെക്കരുത്. ഉണ്ണിയപ്പച്ചട്ടിക്ക് നല്ല ചൂടായതുകൊണ്ട് തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാം കറക്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് നമുക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. എനിക്കൊന്ന് കുട്ടികൾക്ക് ഭയങ്കര ഫേവറേറ്റ് ഒരു സംഭവമാണിത്. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നേക്കാളും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു കേക്ക് ട്രേയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചിട്ട് വേറൊരു കറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചട്ടിയിൽ വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓവനില്ലെങ്കിലും ബീറ്റർ ഇല്ലെങ്കിലും ഒക്കെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലുള്ള റെസിപ്പീസ് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇത് മുറിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആണ്. ഇപ്പം എൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്. നിനക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ഉണ്ടാക്കുന്നുള്ളത് ഉറപ്പാണ്. കാരണം കുട്ടികൾക്ക് ഇത് ഫേവറേറ്റ് ആണ് ഇതല്ലേ. അപ്പോൾ പുറത്തുനിന്നൊക്കെ വലിയ വില കൊടുത്തല്ലേ വാങ്ങുന്നത്. പക്ഷെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. എല്ലാവരും തയ്യാറാക്കി നോക്കണം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.